എല്ലാവർക്കും നമസ്കാരം. ഞാൻ തീർത്ഥ ബിനീഷ്. സഹൃദയരെ, കാലം അതിവേഗം കുതിച്ചു പോയപ്പോൾ നമ്മൾ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. ന്യൂ ജനറേഷന്റെ ദീർഘവീക്ഷണമോ ഓൾഡ് ജനറേഷന്റെ വിധിയോ അറിയില്ല. വൃദ്ധരായ മാതാപിതാക്കൾ വീടുകളിൽ എങ്ങു പോകണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന കാലം. എന്തിനോ ജന്മം ജനിച്ചതെന്നോ, എന്തു നാം ജന്മത്തിൽ നേടിയെന്നോ, എത്തിനോക്കുന്നൊരു ചോദ്യമില്ലേ, എത്തിപ്പിടിക്കാനില്ലുത്തരവും. അതേ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ ധീരമായി നേരിട്ട ഒരു പാവം നാട്ടുമ്പുറത്തുകാരനായ കൃഷ്ണേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും കഥ പറയട്ടെ. കഥ സുരേഷ് ഈശാലിനയുടെ തറവാട്. കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയപ്പോൾ കൃഷ്ണേട്ടന് കിട്ടിയത് പുരയിടവും 50 സെന്റ് സ്ഥലവുമായിരുന്നു. ഒരു കുന്നിൻ ചെരുവാണെങ്കിൽ കൂടി വെള്ളത്തിനോ വെളിച്ചത്തിനോ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കൃഷിക്ക് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണ്. ആകെയുള്ള വിഷമം വാഹന ഗതാഗതം മാത്രമായിരുന്നു. റോഡരികിൽ നിന്ന് 200 മീറ്ററോളം ഇടവഴിയും കഴിഞ്ഞു വേണം വീട്ടിലെത്താൻ. വീട്ടിലെത്തിയാലോ നട്ടുവളർത്തിയ തൈകളെല്ലാം ഒട്ടിട്ടു നിൽക്കും ഈ ചന്തമോടെ. കൈപുണ്യമല്ലിത് കർഷകന്റെ, കൈകരുത്താണെന്നറിഞ്ഞു വെക്കാം. മുറ്റത്ത് അലങ്കാരത്തിനായി എല്ലാവരും വർണ്ണപ്പൂക്കൾ വളർത്തുമ്പോൾ കൃഷ്ണേട്ടന്റെ ചെടിച്ചട്ടികളിൽ വളർന്നത് ഇഞ്ചിയും മഞ്ഞളും മറ്റ് പച്ചക്കറികളുമായിരുന്നു. മുറ്റത്തെ മാവിൽ മുല്ലവള്ളിക്ക് പകരം കുരുമുളക് വള്ളികൾ പടർന്നു കഴിഞ്ഞു. പയറും പാവക്കയും തോരണങ്ങളായി തൂങ്ങി നിൽക്കുന്ന കൃഷ്ണേട്ടന്റെ വീട് തികച്ചും ഒരു ഹരിതഗ്രഹമായിരുന്നു. അതുമാത്രമല്ല കൂട്ടരെ, അരികിലായി കാലിത്തോഴുത്തുന്നുണ്ടേ, അതിലൊരു പൊന്നോമൽ പൈക്കിടാവും. അകലെ തികയുന്ന നാടൻ പീട കാണും, അങ്ങിങ്ങായി കൂവുന്ന പൂവന്മാരും. ഇതാണ് കൃഷ്ണേട്ടന്റെയും ഭാര്യ സൗദാമിനിയുടെയും ലോകം. ഇവർ കണ്ണിലുണ്ണിയായി വളർത്തിയ ഒരു മകനുണ്ട്, മധു. പഠിച്ച് സർക്കാർ ഉദ്യോഗം കിട്ടി വിവാഹം കഴിഞ്ഞ് കുട്ടി ഒന്നായപ്പോൾ പുതിയൊരു വാസസ്ഥലം കണ്ടെത്തി. പുതിയ വീട്ടിലേക്ക് മധു അച്ഛനെയും അമ്മയെയും ക്ഷണിച്ചെങ്കിലും ഈ കൃഷിഭൂമിയും പുരയിടവും വിട്ടു പിരിയാൻ കൃഷ്ണേട്ടനും സൗദാമിനിക്കും മനസ്സ് വന്നില്ല. ഇടക്ക് മൂകനായി നിൽക്കുന്ന കൃഷ്ണേട്ടനോട് സൗദാമിനി ചോദിച്ചു, കൃഷ്ണേട്ടാ, എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം കൃഷ്ണേട്ടൻ പറഞ്ഞു, സൗദു, നീയും ഞാനും സ്വപ്നം കണ്ടതെല്ലാം വെറുതെയായി അല്ലേ? കൃഷ്ണേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കൃഷ്ണേട്ടന്റെ അരികിൽ വന്ന് സൗദാമിനി സ്നേഹത്തോടെ പറഞ്ഞു, ഉള്ളിലെ കനലൊന്നും ഊതിയെടുക്കല്ലേ, ഉറങ്ങിടുമോർമകളുണർത്തിടല്ലേ, ഉദകക്രിയ ചെയ്യാനുള്ളൊരു പൈതല ഉള്ളാലെയൊന്നും ശപിച്ചിടല്ലേ. ഇല്ല സൗദു, അവന്റെ ഉയർച്ചയല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. എന്നിട്ടും നമ്മൾ തനിച്ചായി. എന്നാലും അവന് നല്ലത് വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതേ കൃഷ്ണേട്ടാ, അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. നല്ല വഴിക്ക് അവന്റെ ചിന്തകൾ മാറട്ടെ. സഹധർമ്മിണിയുടെ സ്നേഹപിന്തുണ കൃഷ്ണേട്ടന് എന്നും ഒരു ഊർജമായിരുന്നു. മകൻ റോഡരികിൽ 10 സെന്റ് സ്ഥലം വാങ്ങി പുതിയ വീട് നിർമ്മിച്ചപ്പോൾ ഒരിക്കലും തടസ്സം പറഞ്ഞില്ല.
അവന്റെ ഇഷ്ടം നടക്കട്ടെ കൃഷ്ണേട്ടാ എന്നു മാത്രം പറഞ്ഞു. എപ്പോഴും ഒരു നിഴല് പോലെ കൂടെയുള്ള സൗദാമിനി കൃഷികൾ നനയ്ക്കുവാനും വിളവെടുക്കുവാനും സഹായിക്കും. കാലിവളവും ചാരവും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന തോട്ടത്തിൽ വിളയുന്നവ സ്വന്തം ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം തൊട്ടടുത്തുള്ള കടകളിൽ വിൽക്കപ്പെടും. രാസവളങ്ങളോട് പണ്ട് മുതൽക്കേ വിട പറഞ്ഞ കൃഷ്ണേട്ടനെ നാട്ടുകാരിൽ ചിലരൊക്കെ കളിയാക്കി പറയാറുണ്ട്. ഇയാൾക്കിനിയും നേരം വെളുത്തില്ലേന്ന്. ഒന്ന് ഊറിച്ചിരിച്ച് കൃഷ്ണേട്ടൻ നടന്നകലും ആരോടും ഒരു പരിഭവമില്ലാതെ. വിളയൊന്ന് പൂക്കുവാൻ കാലമുണ്ടത്രയും കാലത്തെ കനിയായിട്ടെന്തു നേടാൻ വേവോളം നിൽക്കാൻ മടിയില്ലെനിക്കിന്ന് ആറോളം പിന്നെയും കാത്തിരിക്കാം. അതാണ് കൃഷ്ണേട്ടന്റെ നയം. പെട്ടെന്ന് വിളവെടുത്ത് അതിന്റെ പണം സമ്പാദിക്കാനല്ല, കാലോചിതമായ സമയമെടുത്ത് അതിനെ പരിപാലിച്ച് വിളവെടുക്കുന്ന ഒരു ജൈവ കർഷകൻ. 1 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരം നമ്മൾ അരമണിക്കൂർ കൊണ്ട് എത്താൻ ശ്രമിക്കും. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട നിർമ്മാണങ്ങൾ 6 മാസം കൊണ്ട് സഫലീകരിക്കാൻ ശ്രമിക്കും. ആർക്കും കാത്തിരിക്കാൻ സമയമില്ല. ഫലമോ ആയുസ് പകുതിയായി ചുരുങ്ങുകയും ചെയ്യും, അല്ലേ? എന്തായാലും വയസ്സ് 60 കഴിഞ്ഞിട്ടും തീർത്തും കൃഷ്ണേട്ടൻ ആരോഗ്യവാനാണ്. പതിവ് പോലെ കൃഷിയിടത്തിൽ വിളവെടുക്കുമ്പോൾ സൗദാമിനി പറഞ്ഞു, നമുക്ക് കുറച്ച് പച്ചക്കറികൾ മകന് കൊടുത്താലോ? കൃഷ്ണേട്ടൻ തല ഉയർത്തി ഭാര്യയെ ഒന്ന് നോക്കി. ഒരുപാട് നാളായി മകനെ കണ്ടിട്ട്. ആദ്യമൊക്കെ ഇടവിട്ട് വീട്ടിൽ വരാറുണ്ടായിരുന്നു. പിന്നെ അത് ഓണത്തിനും വിഷുവിനും മാത്രമായി. ഇപ്പോ എപ്പോഴെങ്കിലും വന്നാലായി. എതിരൊന്നും പറയാതെ സൗദാമിനിയുടെ ആഗ്രഹം പോലെ കൃഷ്ണേട്ടൻ ഒരു കൊട്ടയിൽ കുറച്ച് പച്ചക്കറികളുമായി മധു താമസിക്കുന്ന വീടിന്റെ മുമ്പിലെത്തി. സുന്ദരമണി മന്ദിരത്തിൻ മുന്നിലായി കാത്തിരുന്നേറെ നേരം കൈകളിലുള്ളൊരു കൊട്ടയിലായി കുട്ടനു നൽകാൻ കനിയുമായി. ഒരു ചുവന്ന കാറിൽ തന്റെ മുന്നിൽ വന്നു നിന്ന മകന്റെ മുന്നിലേക്ക് കൊട്ടയിലെ കനികൾ നീട്ടിക്കൊണ്ട് കൃഷ്ണേട്ടൻ പറഞ്ഞു, മോനെ, ഇത് അമ്മ തന്നു വിട്ടതാണ്. കാറിലിരുന്ന ഭാര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് മധു പറഞ്ഞു, അച്ഛാ, ഞങ്ങളിവിടെ പാചകം ചെയ്യാറില്ല. എല്ലാം പുറത്തുനിന്ന് ഇവിടെ എത്തും. അതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ കൃഷ്ണേട്ടൻ മകനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒന്നുകൂടി ചോദിച്ചു, മോനെ, നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? നിനക്ക് അമ്മയെ കാണണ്ടേ? അച്ഛാ, എനിക്കിവിടെ ഒരുപാട് ജോലി തിരക്കാ. ഒഴിവ് കിട്ടുമ്പം വരാട്ടോ. പിന്നെ കൃഷ്ണേട്ടൻ അവിടെ നിന്നില്ല. പിടയുന്ന മനസ്സുമായി ആ അച്ഛൻ നടന്നു നീങ്ങി. എതിരെ വന്ന ഒരു നാടോടി സ്ത്രീക്ക് പച്ചക്കറികൾ നൽകിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. മുറിവേറ്റ ഹൃദയത്തിൽ നോവൊന്നടക്കി മുറിയുന്ന ബന്ധത്തിൽ കരളൊന്നുടക്കി വിറയ്ക്കുന്ന പാദങ്ങൾ തളരാതെ നിർത്തി നിറയുന്ന മിഴികൾ ഇറുകെ പിടിച്ചു. മുറ്റത്തിറങ്ങി ഇടവഴിയിലേക്ക് കണ്ണും നട്ടിരുന്ന സൗദാമിനി കൃഷ്ണേട്ടനെ കണ്ടപാടി ചോദിച്ചു, മോൻ എന്തു പറഞ്ഞു? അവൻ എന്ന് വരുന്നാ പറഞ്ഞത്? അവനെ കാണാൻ കൊതിയായി. അവന് ജോലി തിരക്കാണ് സൗദു, സമയം കിട്ടുമ്പം വരും. സൗദാമിനി പിന്നെയും ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. മുക്കിയും മൂളിയും മറുപടി പറഞ്ഞ് കൃഷ്ണേട്ടൻ ഒഴിഞ്ഞു മാറി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം മധുവിനും കുടുംബത്തിനും തന്റെ തറവാട്ടിലേക്ക് വരേണ്ടി വന്നു. പ്രളയം വന്ന് വീടിനകത്ത് വെള്ളം കയറിയപ്പോൾ മനസ്സുകൊണ്ട് സൗദാമിനിയും കൃഷ്ണേട്ടനും ഒരുപാട് സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നു അത്. പെട്ടെന്നൊരു സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് കയറി വന്ന മകനെ കണ്ടവർ ഞെട്ടിപ്പോയി.
എന്തു പറ്റി? കൃഷ്ണേട്ടനും സൗദാമിനിയും സ്നേഹത്തോടെ മകന്റെ അരികിലെത്തി. തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അച്ഛനോടും അമ്മയോടും ശബ്ദം താഴ്ത്തി പറഞ്ഞു, എനിക്കില്ലാത്ത അസുഖമില്ലമ്മേ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പിന്നെ മറ്റവൻ കൂടി ഒന്ന് എത്തി നോക്കുന്നുണ്ടോ ഒരു സംശയവുമുണ്ട്. എന്താ മോനെ? സൗദാമിനി ആദിയോടെ ചോദിച്ചു. അർബുദത്തിന്റെ ലക്ഷണമുണ്ടെന്ന് ഡോക്ടർ സംശയം പറഞ്ഞു. സൗദാമിനി അടുത്തു വന്ന് മകന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, എന്താ ഞാനിത് കേൾക്കുന്നത്? ഈശ്വരാ, എന്റെ കുഞ്ഞിനെ കാക്കണേ. അവർ കരയാൻ തുടങ്ങി. സൗദാമിനി, നീ അവനെ വിഷമിപ്പിക്കല്ലേ. ഉള്ളിലെ വേദനകൾ അടക്കി പിടിച്ചുകൊണ്ട് കൃഷ്ണേട്ടൻ പറഞ്ഞു. മധു കൃഷ്ണേട്ടന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് തോട്ടത്തിലെ പച്ചക്കറികൾ വേണം. ഞാൻ എന്നും ഇവിടെ വന്ന് വാങ്ങിക്കോളാം. എനിക്കെന്റെ മകനെയെങ്കിലും രക്ഷിക്കണം. മോനെ, ഇതെല്ലാം നിന്റേതല്ലേ? നിനക്കിഷ്ടം പോലെ എപ്പോ വേണമെങ്കിലും എടുക്കാലോ. ഇത്തിരി നാളത്തെ ജീവിത മുന്നിൽ ഒത്തിരി കാര്യം മറന്നുപോയി. പത്തര മാറ്റുള്ള വാസസ്ഥലത്തിനെ 10 ആണ്ട് കാലം മറന്നുപോയി. തൊടിയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറികൾ കൃഷ്ണേട്ടൻ മകന് കൊടുത്തു. മകന് തന്നേക്കാളും പ്രായം തോന്നിക്കുന്നത് പോലെ തോന്നി. തിരക്കിനിടയിൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെയും ഫാസ്റ്റ് ഫുഡിന്റെയും പിറകെ യാത്ര ചെയ്തപ്പോൾ ശരീരത്തിൽ കയറിക്കൂടിയ വിരുന്നുകാരെ ശ്രദ്ധിക്കാൻ മറന്നുപോയി. മധു ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടും നിന്നപ്പോൾ ആ കുടുംബം വീണ്ടും ഒന്നിച്ചു തുടങ്ങി. മകൻ രോഗിയാണെന്നറിഞ്ഞപ്പോൾ സൗദാമിനിയും ഇടയ്ക്ക് കൃഷ്ണേട്ടന്റെ കൂടെ മധുവിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഒരു ദിവസം രാവിലെ മധുവും ഭാര്യയും മകനും കൂടി ഇടവഴി കയറി വരുന്നത് സൗദാമിനി ദൂരെ നിന്ന് കണ്ടു. കൃഷ്ണേട്ടാ, ഒന്ന് വന്നേ. സൗദാമിനിയുടെ സന്തോഷത്തോടെയുള്ള വിളി കേട്ട് കൃഷ്ണേട്ടനും ഓടി വന്നു. മകന് 5 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ അവന് 16 കണ്ണിൽ കുളിരുന്ന കാഴ്ച കണ്ട് കണ്ണാടി പോലെ തിളങ്ങി നിന്നു. ആമോദമുള്ളിൽ വന്നു ചേർന്നു. ഉലകിലെ ദൈവങ്ങൾ കൂടെ നിന്നോ. അമ്മേ, വിളിച്ചത് മധുവിന്റെ ഭാര്യയായിരുന്നു. സൗദാമിനി മരുമകളെ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. കൃഷ്ണേട്ടൻ കൊച്ചുമകന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സന്തോഷത്തിന്റെ വാത്സല്യത്തിന്റെ അനർഘ നിമിഷങ്ങൾ. അമ്മേ, ഞങ്ങളിനി ഈ വീട് വിട്ട് എങ്ങും പോകില്ല. മധു പറഞ്ഞപ്പോൾ സൗദാമിനിയുടെയും കൃഷ്ണേട്ടന്റെയും കൺകളിൽ നനവിറ്റു നിന്നു. മധു തന്റെ ഭാര്യയെ ഒന്ന് നോക്കി. ഭവന വായ്പ തിരിച്ചടക്കാൻ കഴിയാതെ വീട് ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്ത വിവരം അറിയിക്കണ്ടാന്ന് അവർ കരുതിയിരിക്കണം. രണ്ടുപേരും പിന്നെ ആ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ തലകുനിച്ചു നിന്നു. സൗദാമിനിയും കൃഷ്ണേട്ടനും കൊച്ചുമകനെയും മരുമകളെയും കൂട്ടി വീട്ടിനകത്ത് കടന്നപ്പോൾ മധു തന്റെ വീട്ടുമുറ്റത്ത് നിന്ന് പരിസരമാകെ ഒന്ന് നിരീക്ഷിച്ചു. ഈ സ്വർഗലോകം വിട്ടാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതുമാത്രമാണോ? ഈ തറവാട്ടിലൊരച്ഛനുണ്ട്, സ്നേഹം വിളമ്പുന്നൊരമ്മയുണ്ട്. കാലം തിരിക്കുന്ന ജീവിതത്തിൽ സ്വന്തം ഇവരെ മറന്നുപോയി. പ്രിയരെ, ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യാത്ത കൃഷ്ണേട്ടന്റെ ഈ ഹരിതാപം തുളുമ്പുന്ന തറവാട്ടിൽ ഇനി സന്തോഷത്തിന്റെ നാളുകൾ മാത്രമായിരിക്കും. ഇവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേർന്നാലോ? ഈ തറവാട്ടിലൊരച്ഛനുണ്ട്, സ്നേഹം വിളമ്പുന്നൊരമ്മയുണ്ട്. കാലം തിരിക്കുന്ന ജീവിതത്തിൽ നാളെ അച്ഛനും അമ്മയും നമ്മളല്ലേ. കാലം തിരിക്കുന്ന ജീവിതത്തിൽ നാളെ
നന്ദി.